എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡൊമിനിക്, പൈങ്കിളി, ദാവീദ്, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മച്ചാൻ്റെ മാലാഖ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നമിത പ്രമോദ്, സൗബിൻ ഷാഹിറാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് മച്ചാൻ്റെ മാലാഖ. ഈ സിനിമയിൽ നിന്ന് ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലും റിലീസായിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ഫൂട്ടേജ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ഏപ്രിൽ മാസം ഫൂട്ടേജിന്റെ OTT ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന സിനിമ ഇന്ന് സൺ നെക്സ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് 28-നാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. വിനയ് ഫോർട്ട്, അനുമോഹൻ ഇവരാണ് ബിഗ് ബൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബിഗ് ബൻ സ്വന്തമാക്കിയത്. സൺ നെക്സ്റ്റ് ആണ് ബിഗ് ബൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് ബിഗ് ബൻ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. സിദ്ധാർത്ഥ്, മാധവ്, നയൻതാര ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 4-ാം തീയതി നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ OTT റിലീസ്. അതായത് ഇന്ന് സിനിമ ഉച്ചയ്ക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിരിക്കും. മലയാളം വെർഷനും ഇന്ന് തന്നെ റിലീസാകും. ഇത് ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് കിങ്സ്റ്റൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കിങ്സ്റ്റൺ. GV പ്രകാശാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഹൊറർ അഡ്വഞ്ചർ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ഏപ്രിൽ മാസം 13-ന് C5-ലാണ് കിങ്സ്റ്റൺ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായമാണ് ജയിലർ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മനോരമ മാക്സിൽ ജയിലർ സിനിമ റിലീസായിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ചെക്ക്മേറ്റ്. അനൂപ് മേനോൻ, ലാലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. വിഷു സ്പെഷ്യലായിട്ട് ചെക്ക്മേറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ദാവീദിന് വേണ്ടിയാണ്. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. ആന്റണി വർഗീസാണ് ദാവീദിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ദാവീദ് സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സ്വന്തമാക്കിയത്. വിഷു സ്പെഷ്യലായിട്ട് ഏപ്രിൽ മാസം 11-ന് ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പൈങ്കിളി സ്വന്തമാക്കിയത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക്കൽ കോമഡി മൂവിയാണ് പൈങ്കിളി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ട് ഏപ്രിൽ മാസം 11-നാണ് മനോരമ മാക്സിൽ പൈങ്കിളി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. സജിൻ ഗോപു, അനശ്വരിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക്കിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. സർപ്രൈസ് ആയിട്ടായിരിക്കും ആമസോൺ പ്രൈമിൽ ഡൊമിനിക് റിലീസാവുന്നത്. വിഷുവിന് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏപ്രിൽ 11-ന് ഡൊമിനിക് റിലീസാകും. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്.
ഒരുപാട് പേര് ഹണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഹണ്ട്. എന്നിട്ടും ആരാധകർ OTTക്ക് വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്ക് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഹണ്ടിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 14-ന് വിഷുവിന് ഹണ്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.